അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പുണ്യ റമദാനെ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ് വിശ്വാസികൾ. സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ഗൾഫ് നാടുകളിലെങ്ങും ഇഫ്താർ സംഗമങ്ങൾ സജീവമാണ്. UAE ഇഫ്താർ കാഴ്ചകളിലേക്ക്. പുണ്യ റമദാനിൽ UAE കാരുണ്യത്തിന്റെ ഇഫ്താറുകൾ തുടരുകയാണ്. ജില്ലാ അസോസിയേഷനുകൾ തൊട്ട് ഗ്രാമങ്ങളുടെ കൂട്ടായ്മകൾ വരെ ഇഫ്താറുകളുടെ നിറവിലാണ്. രാജ്യത്തെ ഏറ്റവും വലിയ പള്ളിയായ അബുദാബി ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രത്യേകം കമ്മിറ്റികളും ടീമുകളും നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കി വരുന്നത്. ജീവനക്കാർക്കൊപ്പം റമദാനിൽ പ്രത്യേക സേവനം ചെയ്യാൻ 580 വളണ്ടിയർമാരെയും കണ്ടെത്തിയിട്ടുണ്ട്. എമിറേറ്റ്സ് റെഡ് ക്രസന്റും പോലീസും ആരോഗ്യ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഇവർക്കൊപ്പം സേവനത്തിനുമുണ്ട്. ഇത്തരത്തിൽ സാഹോദര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സന്ദേശമാണ് ഓരോ ഇഫ്താർ സംഗമങ്ങളും പങ്കുവയ്ക്കുന്നത്. വർഷങ്ങളായിട്ട് 10-30,000-ഓളം ഫുഡ് നമ്മുടെ കെയർ ഓഫ് ബൈത്തുൽ കെയർ, CDA, എമറാത്തുൽ വത്തൻ, ഇങ്ങനെ പല ചാരിറ്റി സംഘടനയിൽ ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ഈ വളണ്ടിയർ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. മിനിമം ഒരു എല്ലാ വർഷവും പെർ ഡേ 10,000, 15,000 പെർ ഡേ കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 300,000 മന്ത്ലി, അതാണ് ടാർഗറ്റ്. ഈ ഗവൺമെൻറ്റുമായിട്ടുള്ള ഈ ദുബായ് ഗവൺമെൻറ്റിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ബൈത്തുൽ ഖൈറാണ് ഇതിൻ്റെ സ്പോൺസർ. അതുകൂടാതെ അവർക്ക് സപ്പോർട്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. വളണ്ടിയേഴ്സായിട്ട് കൂടുതൽ ഇന്ത്യക്കാരാണ്, അതിൽ തന്നെ എസ്പെഷ്യലി മലയാളികൾ. അത് ഒരുപറ്റം ആൾക്കാർ കൊറോണയ്ക്ക് ശേഷം ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങി അവരെ ജോലി വരെ മാറ്റിവെച്ച് ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുന്നോട്ട് പോയത്. തൊഴിലാളികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഭൂരിഭാഗം ഇഫ്താറുകളും നടന്നുവരുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ദിനം പ്രതി നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുന്ന കൂട്ടായ്മകളുമുണ്ട്. KMCC, ഇൻകാസ്, ഇഫ്താർ ഫോഴ്സ്, മോഡേൺ സർവീസ് സൊസൈറ്റി തുടങ്ങിയ കൂട്ടായ്മകൾ ദിവസവും 1000-ലധികം ആളുകൾക്ക് ഇഫ്താർ കിറ്റുകൾ നൽകി വരുന്നുണ്ട്. പെരുന്നാൾ അറിയിക്കുന്ന ദിവസം വരെ ഇവരിങ്ങനെ കൈമെയ് മറന്ന് ഇഫ്താർ ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഗവൺമെൻറ് ഓഫ് ദുബായ് CDRൻ്റെ വളണ്ടിയേഴ്സാണ് നമ്മൾ ഇതിൽ ബൈത്തുൽ കെയറിൻ്റെ അണ്ടറിലാണ് ഇത് വന്നിരിക്കുന്നത്. 1000 പേർക്കുള്ളതാണ്. ഇന്ന് കൂടുതൽ ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഡേ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആൾക്കാരുണ്ട്. മാക്സിമം എത്ര പേര് ഉൾക്കൊള്ളാൻ പറ്റുന്നോ അത്രയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. അത് നമ്മൾ വളണ്ടിയറായിട്ട് നമ്മൾ നടപ്പിലാക്കുകയാണ്. എമിറാത്തി പാരമ്പര്യവും പൈതൃകവും അടയാളപ്പെടുത്തിക്കൊണ്ട് നോമ്പുതൂറ സമയം അറിയിച്ചുള്ള പീരങ്കികളും റമദാൻ മാസത്തിലെ പതിവ് കാഴ്ചയാണ്. വർഷങ്ങൾക്ക് മുൻപ് മരുഭൂമിയിലൂടെ 100 കിലോമീറ്ററുകൾ ഒട്ടകത്തിന് മുകളിൽ യാത്ര ചെയ്തിരുന്ന കച്ചവട സംഘങ്ങൾക്കും കടലിൽ മീൻപിടുത്തത്തിനായി പോയിരുന്ന ആളുകളെയും നോമ്പുതുറ അറിയിക്കാനുള്ള ഏക മാർഗമായിരുന്നു ഈ പീരങ്കി ശബ്ദം. ബാങ്ക് വിളിക്കാനും ബാങ്ക് വിളിച്ചത് അറിയിക്കാനും ഇന്നത്തെ പോലെ ആധുനിക ഉപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ അന്നത്തെ മനുഷ്യർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ഇത്. ഷാർജയിൽ ഇഫ്താർ സമയം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് 10 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ പീരങ്കി നാദം മുഴങ്ങുന്നത്. ദുബായിൽ 7 ഇടങ്ങളിലും. ഇവ കൂടാതെ 17 സ്ഥലങ്ങളിൽ മൊബൈൽ പീരങ്കികളും സജീവമാണ്. ഇന്ന് ഈ കാഴ്ച കാണാനും ഏറെ ആളുകളാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും എത്താറുള്ളതും. പെരുന്നാൾ ദിവസം വരെ ഇത്തരത്തിൽ പൈതൃകത്തിന്റെ മനോഹാരിത പങ്കിട്ട ശേഷമേ പീരങ്കികൾ നിശബ്ദമാകാറുള്ളൂ. റമദാൻ നൈറ്റ്സ് എക്സിബിഷനുകളും പുരോഗമിക്കുകയാണ്.
ഷാർജ എക്സ്പോ സെന്ററിൽ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസ് മേളയുടെ പുതിയ സീസൺ ഉദ്ഘാടനം ചെയ്തു. 200-ലധികം പ്രമുഖ റീറ്റെയിലർമാരും 500 ആഗോള പ്രാദേശിക ബ്രാൻഡുകളുമാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. മേള ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കും. It's one of the biggest Ramadan shows that happen in the UAE. There are lots of shops related to fashion, shoes, perfumes, all home accessories, and based on the previous year's successful events, we are continuing to improving the show in terms of the exhibition or the exhibitors' quality and the services that we provide here. It's a great opportunity to visit this event during Ramadan. There are so many great offers. മേളയുടെ 42ാമത് സീസണാണ് ഇത്തവണ നടക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നതാണ് റമദാൻ നൈറ്റ്സിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെയും ഷാർജ എക്സ്പോ സെന്ററിന്റെയും ചെയർമാൻ അബ്ദുള്ള സുൽത്താൻ അൽ ഒവൈസ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, പാനീയങ്ങൾ, ജനപ്രിയ റമദാൻ വിഭവങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ലഭിക്കും. അതോടൊപ്പം പ്രത്യേക പ്രമോഷനുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ പുലർച്ചെ 1 വരെയും ഈദുൽ ഫിത്തർ സമയത്ത് 3 മുതൽ 12 വരെയുമാണ് പ്രദർശനം. പ്രദർശനത്തിന്റെ ഭാഗമായി സാംസ്കാരിക വിനോദ പരിപാടികളും അരങ്ങേറും. ദുബായ് കരാമയിൽ കരാമ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലും അരങ്ങേറുന്നുണ്ട്. മലയാളികളാണ് ഫെസ്റ്റിവൽ ആഘോഷമാക്കുന്നത്. മലയാള തനിമയുള്ള ഭക്ഷ്യവിഭവങ്ങൾ നിറയെ ഒരുക്കിയാണ് ഫെസ്റ്റിവൽ പുരോഗമിക്കുന്നത്. നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്ന ഏതൊരാളുടെയും സ്വപ്നമാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കുക എന്നുള്ളത്. നാട്ടിലെ മന്ത്രിമാരടക്കം UAE ഡ്രൈവിംഗ് രീതികളെക്കുറിച്ച് പഠിക്കാനായി ഇവിടെ എത്താറുമുണ്ട്. എന്തൊക്കെയാണ് UAE ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കാനായി ചെയ്യേണ്ടത്? ആദ്യമായി ലൈസൻസ് എടുക്കാനായി രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ഇവിടെയുള്ള വാലിഡ് വിസയാണ്. ഒരു എമിറേറ്റ്സ് ID സ്വന്തമായുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു വാലിഡ് വിസയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി രജിസ്റ്റർ ചെയ്യാനാവുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 കടമ്പകളാണ് കടക്കേണ്ടത്, അല്ലെങ്കിൽ 5 പരീക്ഷകളാണ് ഉണ്ടാവുക. ഈ 5 എണ്ണത്തിൽ 2 എണ്ണം ഈ സ്കൂൾ തന്നെ നടത്തുന്നതാണ്. ബാക്കി 3 എണ്ണം RTA നേരിട്ട് നടത്തുന്ന പരീക്ഷയുമായിരിക്കും. ഇതിൽ വിജയിച്ചാലാണ് അവസാനം ലൈസൻസ് ലഭിക്കുക. ഇതിലാദ്യം UAE റോഡ് നിയമങ്ങളെ വിശദമാക്കുന്ന 8 മണിക്കൂർ നീളുന്ന പരിശീലന ക്ലാസ്സിലാണ് പങ്കെടുക്കേണ്ടത്. ഇതിന്റെ അവസാനം പരീക്ഷയുണ്ടാകും. അതിൽ വിജയിച്ചാലാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആരംഭിക്കുക. തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് പ്രാക്ടിക്കൽ സെഷനുകൾ ആരംഭിക്കുകയായി. ഈ പ്രാക്ടിക്കൽ സെഷന് വേണ്ടിയിട്ട് ഒരു ട്രെയിനർ ഈ ഒരു വിദ്യാർത്ഥിയുടെ കൂടെ ഉണ്ടാകും. ഈ ട്രെയിനർ ഈ വിവിധ ഭാഗങ്ങളിൽ വാഹനം ഓടിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വാഹനം സുരക്ഷിതമായി ഓടിക്കാൻ ആവശ്യമായ ട്രെയിനിങ് ഈ കാലയളവിൽ ട്രെയിനർ വിദ്യാർത്ഥിക്ക് നൽകും. സ്വദേശത്ത് വാഹന ലൈസൻസ് ഇല്ലാത്ത തുടക്കക്കാർ കുറഞ്ഞത് 20 മണിക്കൂറെങ്കിലും ട്രെയിനിങ് എടുക്കണം. 2 മുതൽ 5 വർഷമായവർ 15 മണിക്കൂറും 5 വർഷത്തിൽ കൂടുതൽ കാലമായ ലൈസൻസ് ഉള്ള ആളുകൾക്ക് 10 മണിക്കൂർ ട്രെയിനിങ്ങും എടുത്താൽ മതിയാകും.
എല്ലാ സ്ഥലത്തും നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിൽ നമ്മളെ ബേസിക് കൺട്രോളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതിനുശേഷം ചെറിയ റോഡുകളിൽ 40 സ്പീഡുള്ള റോഡുകളിൽ, അതിനുശേഷം പിന്നീട് 60 to 80 റോഡുകളിൽ, അതിനുശേഷം ഒരു ദിവസം നൈറ്റ് ഡ്രൈവിങ്, നൈറ്റിൽ എങ്ങനെയാണ് ലൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് ഹൈവേ ക്ലാസ്സിൽ പോകും. ഹൈവേ ക്ലാസ്സിൽ പ്രത്യേകിച്ചിട്ട് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് വെച്ചിട്ട് ആണ് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. തുടർന്ന് ഇനീഷ്യൽ ഡ്രൈവിംഗ് അസസ്മെന്റിന് വിദ്യാർത്ഥി ഹാജരാകണം. ഇതിൽ വിജയിച്ച ശേഷം അടുത്ത കടമ്പ ഇനീഷ്യൽ യാർഡ് അസസ്മെന്റ് ആണ്. ഇത് രണ്ടും ഡ്രൈവിംഗ് സ്കൂളുകളാണ് നടത്തുക. ഇതാണ് ആ ഒരു യാർഡ് ടെസ്റ്റ് നടത്തുന്ന അല്ലെങ്കിൽ പാർക്കിംഗ് ടെസ്റ്റ് നടത്തുന്ന മേഖല. 5 വ്യത്യസ്ത ടെസ്റ്റുകളാണ് ഇവിടെ ഉണ്ടാവുക. ആംഗിൾ പാർക്കിംഗ്, അതോടൊപ്പം തന്നെ ഹില്ല്, എമർജൻസി ബ്രേക്കിംഗ് തുടങ്ങിയുള്ള 5 ടെസ്റ്റുകളാണ് ഒരു വിദ്യാർത്ഥി നേരിടേണ്ടത്. ഈ 5ഉം പാസ്സായാൽ മാത്രമേ റോഡ് ടെസ്റ്റിന് ഹാജരാകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ആ പാർക്കിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനവും. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ക്യാമറ നിയന്ത്രിക്കുന്ന വാഹനമാണ്. മുമ്പൊക്കെ ഈ ഒരു പാർക്കിംഗ് ടെസ്റ്റ് എടുക്കാൻ ഒരു RTO ഉദ്യോഗസ്ഥൻ കൂടെ ആ ഒരു വിദ്യാർത്ഥി കൂടെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴത് ഉണ്ടാകില്ല. ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഓരോ ക്യാമറകളാണ്. യാർഡ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് അവർ 5 മെനൂറാണ് അവർ ചെയ്യുന്നത്. ആദ്യം ഹില്ല് ആൻഡ് എമർജൻസി ബ്രേക്ക്, പാരൽ പാർക്കിംഗ് ആൻഡ് ഗാരേജ് ആൻഡ് ആംഗിൾ. ഈ 5 ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിർത്തുമ്പോൾ റിസൾട്ട് നമുക്ക് കമ്പ്യൂട്ടർ റൂമിൽ, അവിടെ നിരീക്ഷണ റൂമിൽ ലഭിക്കുന്നതാണ്. ആ റിസൾട്ടാണ് RTA അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നത്. പാർക്കിംഗ് ടെസ്റ്റ് പാസ്സായ ശേഷമാണ് അവസാന പരീക്ഷ അഥവാ റോഡ് ടെസ്റ്റ്. RTA ഉദ്യോഗസ്ഥനോടൊപ്പം വാഹനം ഓടിക്കുക. ഇതിലും വിജയിച്ചാലാണ് ലൈസൻസ് ലഭിക്കുക. ഇവിടെ വരുന്ന സ്റ്റുഡൻറ്റിന് 3 തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ റൂൾസ് റെഗുലേഷനെ പറ്റിയിട്ടുള്ള അവരെ ബോധേഡ് ചെയ്യുക. രണ്ടാമത്തേത് സ്കില്ല്, അതായത് ഡ്രൈവ് ചെയ്യാനുള്ള സ്കില്ല്, ക്ലച്ച്, കൺട്രോൾ, എല്ലാ കൺട്രോളും നമ്മൾ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്ററിൻ്റെ കൺട്രോൾ. മൂന്നാമത്തേത് നമ്മൾ ഡിസിഷൻ മേക്കർ ആക്കുക. ഈ 3 കാര്യമാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ വേണ്ടത്. തീർച്ചയായിട്ടും ആ 3 കാര്യങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഡ്രൈവറാകും. ഇനോസ് ഗ്രനേഡിയറിന്റെ പുതിയ ഷോറൂം റാസൽ ഖൈമയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. റാസൽ ഖൈമ ഖലീഫ സിറ്റിയിലെ 19 അഖാഖ് റോഡിലാണ് പുതിയ ഷോറൂം തുറന്നത്. റാസൽ ഖൈമ സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ കയ്യേദ് അൽ ഖാസിമിയാണ് പുതിയ ഷോറൂമിന് ഉദ്ഘാടനം നിർവഹിച്ചത്. ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ UAE-ലെ 4ാമത്തെ ഷോറൂമാണിത്. എല്ലാത്തരം വാഹനങ്ങളുടെയും സർവീസും അനുബന്ധ സേവനങ്ങളും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ജർമ്മൻ ടെക് മോട്ടോഴ്സിന്റെ CEO മാനേജിംഗ് ഡയറക്ടറുമായ മണികണ്ഠൻ കാവിശ്ശേരി പറഞ്ഞു. ജർമ്മൻ ടെക് മോട്ടോഴ്സിൻ്റെ 4ാമത്തെ ഷോറൂമാണ് റാസൽ ഖൈമയിൽ ഓപ്പൺ ആവുന്നത്. റാസൽ ഖൈമയിൽ ജർമ്മൻ ടെക്കിന് 2ാമത്തെ ഷോറൂമാണ്. അതായത് ഒരു എമിറേറ്റ്സിൽ 2ാമത്തെ ഷോറൂം. ഫസ്റ്റത്തെ ഷോറൂം നമ്മൾ ഹോൻഷി എന്നുള്ള ബ്രാൻഡാണ്. 2ാമത്തെ ഷോറൂം ഇനിയോസ് ഗ്രനേഡിയർ, ഇറ്റ്സ് മസിൽ കാർ. എന്തായാലും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അടുത്ത എമിറേറ്റ്സിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുണ്ട്. ഫുള്ളി ഓഫ് റോഡാണ്. അതായത് ഇറ്റ്സ് നിങ്ങൾക്ക് എവിടെ വെച്ചാലും നമുക്കിതിന് റോഡിന് ആവശ്യമില്ല. വെള്ളം പ്രശ്നമില്ല, മല പ്രശ്നമില്ല, മരുഭൂമി പ്രശ്നമില്ല. ഇറ്റ്സ് മസിൽ കാർ. ഇനോസ് ഗ്രനേഡിയോറിന്റെ റാസൽ ഖൈമയിലെ ലോഞ്ചിങ്ങും പരിപാടിയുടെ ഭാഗമായി നടന്നു. റാസൽ ഖൈമ അൽഹമ്ര റെസിഡൻസിയിൽ വെച്ച് റാസൽ ഖൈമ സാമ്പത്തിക വികസന വകുപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ കയ്യേദ് അൽ ഖാസിമി ലോഞ്ചിങ് നിർവഹിച്ചു. ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് റമദാൻ മാസത്തിൽ ഇനോസ് ഗ്രനേഡിയർ ബുക്ക് ചെയ്യുന്നവർക്ക് 50,000 ദിർഹം ഡിസ്കൗണ്ട് ഓഫറും എല്ലാവിധ വാഹന സർവീസ് ലേബർ ചാർജിൽ 50% ഡിസ്കൗണ്ടും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. BMW എഞ്ചിന്, ZF ട്രാൻസ്മിഷന്, റിക്കാറോ സീറ്റ് എല്ലാം സോഴ്സ് ചെയ്തിരിക്കുന്ന ബെസ്റ്റ് സപ്ലൈസാണ് വേൾഡിൽ. എന്നിട്ട് വണ്ടി അസംബിൾ ചെയ്തിരിക്കുന്നത് ഒരു ഫോർമർ മെഴ്സിഡീസ് പ്ലാന്റ് ഹാംബാഗ് എന്ന് പറയുന്ന ഫ്രാൻസിലുള്ള സ്ഥലത്ത് വെച്ചാണ്. ഇതൊരു പ്യുവർ ഓഫ് റോഡ് പ്ലസ് ഓൺ റോഡ് വെഹിക്കിളാണ്. വളരെ കംഫർട്ടബിളാണ്. ഏത് ടെറൈനും പറ്റിയ ഒരു വണ്ടിയാണ്.
ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ജാസിമൽ ദർമാക്കി, ഓപ്പറേഷൻസ് മാനേജർ ദീപക് മേനോൻ, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ ജിബിൻ പാഴൂർ എബ്രഹാം, ബ്രാഞ്ച് ഹെഡ് തോമസ് ജോബി, സെയിൽസ് ഹെഡ് റാണ, അഡമാസ് മോട്ടോഴ്സ് GM ഷിബു തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റാസൽ ഖൈമ, ഫിജൈറ, ഷാർജ എന്നിവിടങ്ങളിലെ ബോഷിന്റെ ഔദ്യോഗിക സർവീസ് ദാതാക്കൾ കൂടിയാണ് ജർമ്മൻ ടെക് മോട്ടോഴ്സ്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.